ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതള ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര സന്തോഷമുള്ള ഒരു വ്ളോഗാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഞങ്ങളുടെ ഒരു എന്താ പറയാ, എനിക്കും കൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാറ് നമ്മൾ എടുക്കാൻ പോവാണ്. അതിന്റെ വ്ളോഗാണ്. വിനുക്കുട്ടെ കുട്ടി ഉറങ്ങുമായിരുന്നു. നമ്മളങ്ങനെ ഉച്ചത്തി വിളിച്ച് മോശം പോയി. മുടി മൈക്ക് ആശാനേ ജങ്ക ജഗ ജഗ, നമ്മൾ പുതിയ കാർ എടുക്കാൻ പോവല്ലേ. ഞാൻ പറയുമായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്, വാ പോവാം, റെഡിയാവ്. എന്റെ പാവം പിടിച്ച പഴയ കാറിനെ കൊടുത്തേക്ക് എങ്ങനെ മനസാക്ഷി വന്നിടോ ക്രൂരെ പഞ്ചകി ചതിച്ചി. അല്ല വിനുക്കുട്ടി, ഇറ്റ്സ് ജസ്റ്റ് എ മെഷീൻ വിനുക്കുട്ടെ. എങ്ങനെ കണ്ണീരങ്ങ് തൂത്തുവെച്ചും പറ, വിഷമമുണ്ട് വേറെ കാര്യം. അതുകൊണ്ട് പിന്നെ ഉണ്ടാവാതിരിക്കോ? സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കൂലായിരുന്നു. യെസ്, പക്ഷെ എന്തായാലും 4 വർഷം ആവാറായതുകൊണ്ടാണ് നമ്മൾ ആ കാറ് കൊടുത്തത്. ഒറ്റ മിനിറ്റ്, അതിൽ കുറെ പേര് കമന്റ് ചെയ്തു, നിങ്ങൾ എന്ത് മുടന്തൻ ന്യായമായി പറയുന്നത്, 4 വർഷം ആകുമ്പോഴത്തേക്കും വണ്ടി കൊടുക്കുന്നത്, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വണ്ടിക്ക് 10 വർഷമായി പറഞ്ഞു. അതൊരു 1 minute ഷോർട്സിൽ ഞങ്ങളുടെ ന്യായം ഞങ്ങൾക്ക് ഫുള്ള് പറയാൻ പറ്റാഞ്ഞതുകൊണ്ടാണ്. വേറെ റീസൺ ഉണ്ട് നമ്മൾ കാർ എടുത്തതിന്. അതിപ്പോ നമ്മൾ ഈ വ്ളോഗിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. എന്തായാലും ഇവിടെ റെഡിയാവും. അല്ല, നമ്മുടെ പഴയ കാറ് കൊടുത്തതിന്റെ വ്ളോഗ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് റെഡി ആവാം. വിനുക്കുട്ട പിന്നെ നാച്ചുറലി സുന്ദരനായതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഓക്കെയാണ്. എനിക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. കമ്മോൺ വിനുക്കുട്ടെ. ഞാൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ്. എനിക്കിങ്ങനെ എന്തുവാ, ഫേസിൽ വരുന്ന കറുത്തപാട്, കുരുക്കള്, സൺബേൺ അങ്ങനത്തെ വരുന്ന ഐറ്റംസ് ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോകും, അതിന് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉപയോഗിക്കാന്ന് ഞാൻ ഇങ്ങനെ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കും. സോ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഡെഡ് സ്കിൻ സെൽസ്, സ്ട്രെസ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കാരണം നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡള്ളും ഡീഹൈഡ്രേറ്റും ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡള്ളായ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ആന്റി ഓക്സിഡന്റ് റിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വിസിബിളി ബ്രൈറ്ററും ഹൈഡ്രേറ്റഡ് സ്കിന്നും കൂടാതെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ റിവീൽ ചെയ്യുകയും ഒരു ഈവൻ സ്കിൻ ടോൺ തരികയും ചെയ്യും. ഹിമാലയയുടെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സെറം. ഇതിൽ 10 times നിയാസിനമൈഡ്, 5 times വൈറ്റമിൻ സി ആൻഡ് പവർ ഓഫ് ഓറഞ്ച് ഉണ്ട്. ഡെയിലി ഒരു 2 times ഫേസിലും നെക്കിലും ഒക്കെ 2-3 drops ഈ സെറം അപ്ലൈ ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ്. ടു ഗെറ്റ് വിസിബിളി ബ്രൈറ്റർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ ഫ്രം ഡേ 3. അപ്ലൈ ചെയ്യുന്ന സെറം അപ്വേർഡ് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. ഈ സെറം അബ്സോർബ് ആവുന്നവരെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്ത് സ്കിൻ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതിൽ ഇൻഗ്രീഡിയന്റ് ആയ ഓറഞ്ചിനെ ബെസ്റ്റ് ഓഫ് നേച്ചർ എന്നും നിയാസിനമൈഡ് ആൻഡ് വൈറ്റമിൻ സിയെ ബെസ്റ്റ് ഓഫ് സയൻസ് എന്നും പറയുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഡിഫറൻസ് അറിയാൻ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ കൊടുത്തേക്കാം. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞു, ഇനി നമുക്ക് പതുക്കെ മേക്കപ്പ് ചെയ്യാം. അതിനുശേഷം ഡ്രസ്സും കൂടെ ചെയ്യാം. കമോൺ ഗൈസ്. എങ്ങോട്ട് കമോൺ ഗൈസ്? കട്ട് ചെയ്യുക, വേറെ സമയം പോണു. സമയം വൈകിയല്ലേ? മഴ വരുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട്. എന്നാ പിന്നെ ഞാൻ മേക്കപ്പും ചെയ്ത് ഡ്രസ്സ് മാറിയിട്ട് ഡയറക്റ്റ് നമുക്ക് കാറിൽ പോയി ബാക്കിയെടുക്കാം. സോ ഒരു കാര്യം പറയാമെന്നാണ്, ഞങ്ങളുടെ കഴിഞ്ഞ ഷോർട്സ് ഇട്ട വീഡിയോ, അതിൽ ഞങ്ങൾ കാറ് കൊടുക്കുന്നതായിരുന്നു കാണിച്ചത്. അതിൽ ഒരുപാട് മണ്ടന്മാർ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ടന്മാരും ഉണ്ട്, മണ്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ളവരെ നമുക്ക് അതേ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ചൊല്ലുണ്ട്, പൊട്ടക്കിണറ്റിലെ തവള കടലിൽ നിന്ന് തവളയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടുന്നാണ് വന്നത്? അപ്പം തവള പറയും, എൻ്റെ വീട് കടലിലാന്ന് പറയും. അപ്പോഴത്തേക്കും മറ്റേ കിണറ്റിലെ തവള ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ, എൻ്റെ ഈ കിണറിന് അത്ര ഉണ്ടോ നിൻ്റെ കടൽ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവർക്ക് ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ പറ്റൂ. പക്ഷേ ഇതാണ് വന്നതിൻ്റെ ഭയങ്കരമായിട്ട് കമൻറ്റ്, നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലാണ് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? നിങ്ങൾ ഭയങ്കര അതായത് കോണ, എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ മേ ബി അതൊക്കെ അവരുടെ കൾച്ചർ, ഭയങ്കര തെറി പറയുന്നത്. അതൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയെ അവരുടെ അച്ഛൻ വിളിച്ച് കേട്ട് പഠിച്ചായിരിക്കും, ആയിക്കോട്ടെ. അല്ലെങ്കിൽ നാട്ടുകാർ അവരുടെ അമ്മയെ വിളിച്ച് കേട്ട് പഠിച്ചായിരിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇതും നിങ്ങൾക്ക് വേണം. ഇവരെന്തു പറയുന്നത് എനിക്കറിയാം. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് വീണ്ടും ഇതുപോലെ മണ്ടത്തരം പറയാം. സോ റീസെയിൽ വാല്യൂ ഉള്ള കാറ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. കാറിന് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയല്ല നമ്മൾ പറയുന്നത് റീസെയിൽ വാല്യൂ എന്നുള്ളത്. പകരം കാറ് വിൽക്കാൻ പോകുമ്പോഴത്തേക്കും കാറിൻ്റെ ഓവറോൾ ഹെൽത്ത് നോക്കും. എൻജിൻ ഹെൽത്ത്, അകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ ആക്സിലേറ്റർ പാഡ്, ക്ലച്ച് പാഡ്, ബ്രേക്ക് പാഡ്, ഗിയറിൻ്റെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളെല്ലാം നോക്കും. ഇതൊക്കെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മളെ കാറിന് വിൽക്കാൻ അല്ലെങ്കിൽ വിൽക്കപ്പെടാനുള്ള വാല്യൂ ഉണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇനി ചില കാറുകൾക്ക് ഇതെല്ലാം 5 സ്റ്റാർ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ
എല്ലാം ഈ പറഞ്ഞ എൻജിൻ 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും, ബ്രേക്ക് പാഡ്, ക്ലച്ച് പാഡ് എല്ലാത്തിനും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടില്ല. അതുപോലൊരു കാറാണ് ഞങ്ങളുടേത്. ഓക്കെ, സോ ഞങ്ങൾ പുതിയ കാറ് വാങ്ങുമ്പോഴത്തേക്കും ഈ പഴയ കാറ് നമുക്കിടാനായിട്ട് സ്ഥലമില്ല വീട്ടിൽ. ഓക്കെ, സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാറ് കൊടുക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ബട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാറ് പുറത്തിടേണ്ടി വരും. പുറത്തിട്ടാൽ എന്ത് പറ്റും? മഴ, വെയിൽ, മഞ്ഞ് ഇതെല്ലാം കാറ് കൊള്ളണം. വെറുതെ നശിച്ചു പോകത്തുള്ളൂ. പിന്നെ പുതിയ കാർ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് ആണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പഴയ കാറ് കൈകു അവിടെ കിടക്കത്തേ ഉള്ളൂ. മേ ബി മാസത്തിൽ 1-2 പ്രാവശ്യം അവനെ എടുത്തൊന്ന് ഓടിച്ചാൽ ഓടിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാർ കിടന്ന് തുരുമ്പിക്കും, നശിച്ചു പോകത്തേ ഉള്ളൂ. അതിന് വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ, കാർ വിൽക്കുന്നതിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സെൻ എന്ന് പറയുന്ന കാർ, മാരുതി സെൻ, അത് ഞങ്ങൾ ഒരു 3 ഇയർ മുമ്പ് എടുത്തതാണ്. സംഭവം സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്, എന്നാലും എടുത്തിട്ട് 3 ഇയർ ആയിട്ടേ ഉള്ളൂ. ആ കാർ ഞങ്ങൾ ഓടിച്ച് പഠിക്കാൻ എടുത്ത കാറാണ്. ആ കാർ ഓടിച്ച് പഠിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ ആ കാർ എടുത്തിട്ടേ ഇല്ല. ഓക്കെ, മന്ത്ലി 1 or 2 പപ്പ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടും എന്നുള്ളതല്ലാതെ ഓടിക്കാറില്ലായിരുന്നു. അതിപ്പം വിൽക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് നമുക്ക് സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വന്നു, മനസ്സിലായോ? സോ നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ടൊരു കാറ് നമ്മൾ പൊളിച്ച് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുള്ള പരിപാടിയാണത്. അതിലും എത്രയോ ഫാർ ബെറ്ററാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന കാറ് പൊളിച്ച് വിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കൂട്ട് തന്നെ മറ്റൊരാൾ ആ കാറ് വാങ്ങിച്ച് നോക്കിക്കോളും, ഓക്കെ, എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ വരുന്ന കുറേ കമൻറ്റുകൾ, പൈസ ആണ് മുഖ്യം, ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾ വിറ്റു. ഇത് കേട്ടാൽ തോന്നി യവന്മാരെ നമുക്ക് പൈസ ഉണ്ട് തന്നിരുന്നു. ഒരു വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, കിളിയില്ല, കിളിക്കൂടുമില്ല. എന്നിട്ടും വന്നുള്ള കമൻറ്റാണ് ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾ വിറ്റ് കളഞ്ഞു, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു. സോ അവരുടെ അടുത്ത് പറയാനുള്ളത്, കാറ് വാങ്ങിച്ചപ്പോൾ നമ്മൾക്ക് സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ഞങ്ങളുടെ കാറിൻ്റെ ഓവറോൾ വാല്യൂവിൻ്റെ വെറും 30% മാത്രമാണ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത്. ഇതിൽ നിന്ന് നിങ്ങൾ പറ, എന്തുമാത്രമാണ് ഞങ്ങൾക്ക് ലാഭം? ഇപ്പോൾ ഒരു 10 lakhs ഞങ്ങൾ കാറിന് മുടക്കിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 lakh അല്ലെങ്കിൽ 4 lakh നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഓൾമോസ്റ്റ് 6.5 lakh അല്ലെങ്കിൽ 7 lakh നമുക്ക് നഷ്ടമായിരുന്നു. പക്ഷേ നമ്മുടെ കാറ് 10-15 വർഷം ഓടിക്കാം എന്ന് കരുതി നമുക്കത് എന്ത് പറഞ്ഞത്, ഈ കാറില്ല നഷ്ടമാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് കരുതി എനിക്ക് മിറ്റത്തിടാൻ പറ്റുമോ? വെറുതെ നശിച്ച് പോകത്തല്ലേ ഉള്ളൂ. അതിനകത്ത് ജെനുവിൻലി കുറേ പേര് ചോദിച്ചായിരുന്നു, എന്തിനാ ചേട്ടാ വിൽക്കുന്നത്, ഇമോഷണൽ ടൈമിൽ കാറില്ലെന്ന് ചോദിച്ചു. ഇതാണ് പ്രശ്നം. നമുക്ക് എൻ്റെ കാറ് എൻ്റെ കൂടെ തന്നെ, എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യത്തെ കാറായിരുന്നു, ഏറ്റവും ഫസ്റ്റ് കാറായിരുന്നത്. അതെനിക്ക് വിറ്റപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞ് ആ പയ്യൻ ആക്ച്വലി ആ പയ്യൻ അല്ല കേട്ടോ, വണ്ടി എടുത്തപ്പോൾ വണ്ടി ഒരു ജെർക്കുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് സ്ലിപ്പായപ്പോൾ ഫീൽ ഉണ്ടായിരുന്നു. അത് ആ പയ്യനല്ല കാർ എടുത്തേക്കുന്നത്. ഓക്കെ, അവൻ വെറും ഏജൻസിയിൽ നിന്ന് വന്ന പയ്യൻ മാത്രമാണ്. ഓക്കെ, അവൻ കാർ കൊണ്ടുപോയി ഏജൻസി ഇട്ടിട്ട് അവിടെ നിന്നാണ് ബയർ വന്ന് കാർ എടുത്തുകൊണ്ട് പോണത്. സോ അത് സേഫാണ്, അവൻ്റെ ഡ്രൈവിങ് ആരും ക്രൂശിക്കേണ്ട. ഓക്കെ, സോ ഈ പയ്യൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്താണെന്നറിയാൻ പാടില്ല, വിഷമം കൊണ്ട് എനിക്കറിയാം. എന്നാലും എനിക്കറിയില്ലായിരുന്നു ഇത്ര അറ്റാച്ച്മെൻറ്റ് എനിക്കൊരു മെഷീനോട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള ഞാൻ ആ കാറ് വിൽക്കാണ്ടിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കമൻസ് ആൾക്കാർ ചോദിച്ചു, ചേട്ടാ എന്തിനാണ് വിറ്റത്, നമുക്ക് ഇടാൻ പാടില്ലായിരുന്നു. നമുക്ക് വീട്ടിൽ ഇടാൻ ഗ്യാപ്പില്ലായിരുന്നു. ഞങ്ങളുടെ ഫുൾ വ്ളോഗ്, കാറ് വിറ്റേൻ്റെ വ്ളോഗ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിടാൻ സ്പേസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ മേ ബി വിൽക്കില്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ വിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കാർ പോച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ആരും വണ്ടി എടുക്കാണ്ടിരുന്നാൽ തുരുമ്പിച്ച് പോകും, അത് വെറുതെ ആക്രി കൊടുക്കത്തേ ഉള്ളൂ, പൊളിച്ച് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഓക്കെ, ഇനിയെങ്കിലും മക്കൾ ഈ പറഞ്ഞ മുറി അറിവ്, അതായത് ഒരു ചൊല്ലുണ്ട്, അറിവില്ലാത്തവനേക്കാൾ അപകടകാരിയാണ് മുറി അറിവുള്ളവൻ എന്ന് പറയുന്നത്. മനസ്സിലായ? കാരണം അറിവില്ലാത്തവൻ മിണ്ടാൻ പുറത്തിരിക്കത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നൊരു ചിന്തയുള്ള മണ്ടന്മാരുണ്ടാവും. അവർ വന്നിട്ടാണ് ഈ കിടന്ന് കൊണാന്ന് കമൻറ്റ് ചെയ്യുന്നത്. അവന്മാരെ സൂക്ഷിക്കണം. ഓക്കെ, അവന്മാർക്ക് ചക്കും പൂക്കാണ്ട് അറിയത്തില്ലെങ്കിൽ പോലും വന്ന് ഭയങ്കര അഭിപ്രായമായിരിക്കും. എനിക്ക് ചിറ്റുന്നതല്ലോ, ഭയങ്കര ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വിറ്റ് കളഞ്ഞ് എന്തോ നീയൊക്കെ എന്നാ ഇത് കാണിക്കുവാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യവന്മാരാണ് നമുക്ക് പൈസ തന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ യവന്മാരാണ് പൈസ തന്നത്. യവന്മാരാണ് നമ്മുടെ കാറ് വാങ്ങിച്ചത്, എല്ലാം അവന്മാരാണ് ചെയ്തത് കേട്ടോ. അത് അവർ കൃത്യം പൈസ അടക്കം അവന്മാർക്ക് അറിയാം. തോന്നടേ നന്നായി കുറഞ്ഞ നിൽക്കൊക്കെ എന്തോ ഒരു ഇടിവെട്ടി പോകണം പണ്ടാടെ. ഇതൊന്നും ഇവന്മാരത് കൊള്ളുന്നില്ലല്ലോ ചേരാ. കായ് നമ്മളിപ്പോ കാറിനകത്ത് കയറി ഇങ്ങനെ ഉണ്ട്. സുഭാഷ് ബ്ലാക്ക് മാത്രം വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ പുറകിൽ വേറൊരു വൈറ്റ്. അതെ, സ്കിപ്പ് പിന്നെ ജന്മനാ വൈറ്റ് ആണ്. അതെ, അവൻ മാലാഖയാണ്. അപ്പൊ നമ്മള് പോവാട്ടോ കാർ മേടിക്കാൻ. നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ബാക്കി.
ഫുള്ള് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ വന്നേക്കാണ്, നമ്മൾ ഷോറൂം എത്തി. അതെ അതെ. അപ്പോൾ എത്രയും കുറച്ചൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കയറുന്ന ഒരു ഷോട്ട് വേണം. അതെടുക്കാൻ പറഞ്ഞപ്പോ ഒരുത്തം കുത്തിയിരുന്ന് ജിമ്പലൊക്കെ സെറ്റ് ചെയ്തു. പ്രൊഫഷണൽ പറഞ്ഞു പ്രൊഫഷണൽ. അതാ രണ്ടുപേർ. സ്കിപ്പിനിമോ, എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. വേറെന്തുണ്ട്? ആനന്ദമുണ്ട്. ഡ്രസ് എങ്ങനെയുണ്ട്? നൈസ്. മൊത്തം പഴങ്ങളും പച്ചക്കറിയും കായകനിലൊക്കെയാണല്ലോ. ഓൾറെഡി നമ്മൾ ഈ ഡ്രസ് ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോഴേ കുറെ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് ഇത് ഈ ഡ്രസ് ഇട്ട ഫോട്ടോസ് കാണാം. അതിൽ താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പേജ് സീഡ് ഫാഷൻസ്. ഈ ഡ്രസ് ഫ്രം ഐ തിങ്ക് ഡേബക്സ് സ്റ്റുഡിയോ അറ്റ് കൊച്ചി. ഇതിന്റെ ഡിസൈനർ വന്ന് അങ്ങ് ബാംഗ്ലൂരിൽ ഇருக்கு. ആക്ച്വലി നമുക്ക് വന്ന കുറേ കമന്റ് ഉണ്ടായിരുന്നു, എവിടുന്നാണ് ഈ കോംബോ ഡ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. സീഡ് ഫാഷൻസ് നമ്മുടെ കോംബോ ഡ്രസ് ഇല്ലേ, ഞാനും വിനു കുഞ്ഞും ഒരേപോലത്തെ ഇടുന്ന ഡ്രസ്സൊക്കെ അവരാണ് നമുക്ക് ചെയ്തു തരുന്നത്. വിനുവിന്റെ കോട്ട് സൂട്ടൊക്കെ ചെയ്യുന്നത് ഡേബക്സ് ആണ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡ്രസ്സ് ചെയ്ത എല്ലാത്തിന്റെ താഴെ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുവഴി കൊടുക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് നമുക്കത് ചെയ്തു തരുന്നത്. നമുക്ക് എല്ലാം എന്താ പറയാ, നമുക്ക് എങ്ങനത്തെ ഡിസൈനാ വേണ്ട ഒക്കെ പറഞ്ഞ നല്ല സെറ്റ് ആയിട്ട് ആള് ചെയ്തു തരും. അപ്പൊ നമുക്ക് കയറിയാലോ കാർ എടുക്കാൻ? ഒരുത്തനോട് ജിമ്പ് ഒരു നടന്നു വന്ന ഷോട്ട് എടുത്ത് നാടാന്ന് പറഞ്ഞിട്ട് 3/4 മണിക്കൂർ. ഭാഗ്യം ആയിട്ടുണ്ട്. ആർട്ടിസ്റ്റിനെ എടുക്കട്ടെ? ആർട്ടിസ്റ്റിനൊന്നും തരും, ഒരു ഷോട്ട് എടുത്തിട്ട് ഇപ്പൊ തരാം. പെങ്ങളെ കിട്ടിയ ശ്രീധന തുക തരുമോ അല്ലയ? ഗൈസ്, ഈ വൈറ്റ് കാർ കണ്ടോ? ഇതല്ല. ഈ റെഡ് കാർ കണ്ടോ? ഇതുമല്ല. ഈ ബ്ലാക്ക് കാർ കണ്ടോ? ക്യാമറമാൻ മറിഞ്ഞു വീഴുന്ന കണ്ടോ? അത് കണ്ടല്ലോ. അതുമല്ല. ഈ ബ്ലാക്ക് കാർ കണ്ടോ? ഇതുമല്ല. അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എഴുത്തൂത്തൊക്കെ കഴിയട്ടെ. ഈ അവസരത്തിൽ കൊച്ചിന് എന്തോ പറയാനുള്ളത് പറ. എനിക്ക് പറയാനുള്ളത് അങ്ങോട്ട് നോക്കി പറ, അമ്മയിലല്ല അവിടെ നോക്കി പറ. എനിക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട്. ഇത് തന്നെയല്ലേ നീ പറഞ്ഞത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് വെറൈറ്റി ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി അരിമണി വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണത്. അവൻ വന്നതിന് ശേഷം വേറെ ഏത് അച്ചീവ്മെന്റ് ഉണ്ടായത്? നമ്മൾ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അതന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ആക്ച്വലി ഈ അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് വായിട്ടലച്ചിട്ടുണ്ട്. ഇവ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കൺവിൻസിങ് സ്റ്റാർ ആണ് ഞാൻ. ഒരുപാട് പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടാണ് സമ്മതിച്ചത്. ഞാൻ ഓൾറെഡി ഇവനോട് പറഞ്ഞു, ഇവൻ എന്നെ തളർത്തി. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഫ്രണ്ട്സ് എടുത്തതുണ്ട്, എനിക്ക് ചേട്ടാ ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, ഞാൻ കുറെ പറഞ്ഞതാ. അപ്പൊ ഈ കാർ എടുക്കാണ്ടായ കൺവിൻസ് ചെയ്ത പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഉപകാരപ്പെട്ടാലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ പാർട്ട്ണറിനെയോ കൺവിൻസ് ചെയ്യാനായിട്ട്. ഒരു ദിവസം ഞങ്ങളൊന്ന് ട്രിവാൻഡ്രം വരെ പോയി. ഈ സെയിം കോസ്റ്റ്യൂം ഇട്ടാ പോയത്, ഒരു അവാർഡ് ഫംഗ്ഷന്. അപ്പോൾ അന്ന് ഓടിച്ചത് ഞങ്ങളുടെ പഴയ കാറാണ്. അത് മാനുവൽ ആണ്. ഇവന് മാത്രം എനിക്ക് മാനുവൽ ഓടിക്കാൻ അറിയത്തില്ല. അപ്പൊ അറിയാം, പക്ഷെ ഓടിച്ചാൽ എത്തത്തില്ല. അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വിനു തന്നെയാണ് ഓടിച്ചത്. ഇവിടെ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയിട്ട് ആദ്യം പത്തനംതിട്ട, അവിടെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് പോയിട്ട് പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പത്തനംതിട്ട വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് വരണം. ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പരിപാടി ഇവൻ ഒരാൾ മാത്രം വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 2.5 ദിവസം കൊടുത്ത്. വന്നതോടെ 2.5 ഒരു ദിവസം 1.25 ദിവസം. ഇല്ല 1.25 ദിവസം ഞാൻ പറയില്ല. 1.25 ദിവസത്തിൽ വീട്ടിൽ വന്നിട്ട് ഇവൻ എഴുന്നേറ്റത് പിറ്റേ ദിവസമാണ്. കൊച്ചിനെ കണ്ടിട്ടില്ല. വന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവൻ എഴുന്നേറ്റ് പിറ്റേ ദിവസം വൈകുന്നേരം 3 മണിക്കാണ്. അപ്പൊ 2.5 ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു, വിനുക്കുട്ടെ ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നീ ഉറങ്ങുമ്പോൾ ഞാൻ ഓടിക്കും, ഞാൻ ഉറങ്ങുമ്പോൾ നീ ഓടിക്കും. അപ്പൊ ഈ 2.5 ദിവസം എന്നുള്ളത് നമുക്ക് ഒറ്റ ദിവസം ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. ടച്ച് പണിട്ട് സത്യം പറഞ്ഞാല് ഈ ക്യാമറ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി കൊടുക്കില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവന്മാരത് കഴിഞ്ഞിട്ടോ. അല്ല, ഇവന്മാര് നമ്മുടെ ടീമിലേക്ക് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ വേഗം ഫാസ്റ്റ് ആക്കി. കൺവിൻസ് ആയ ഉടനെ ഞാൻ ബുക്ക് ചെയ്തു, അഡ്വാൻസ് കൊടുത്തു. വിനുക്കുട്ട പിറ്റേ ദിവസം കണ്ണും തിരുമ്പി വന്നതിന് ബുക്ക് ചെയ്തിട്ടോ. ഇനി മനസ്സ് മാറാൻ സമയം കൊടുക്കരുതല്ലോ, അതുകൊണ്ട് അപ്പം തന്നെ ബുക്ക് ചെയ്ത്. അങ്ങനെയാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്.
പപ്പയും അമ്മയും സ്കിപ്പി പൊന്നും നീമ പൊന്നും അരിമണിയും കാറിൽ ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ റെഡി ആവാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എടുക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് കാർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആക്ച്വലി എനിക്ക് ബ്ലൂവും റെഡും ഒക്കെ എടുക്കാനായിരുന്നു താല്പര്യം. പിന്നെ ഇവൻ ബ്ലാക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്താ സമ്മതിച്ചതല്ലേ, ഇനിയിപ്പോൾ ഞാൻ മാറ്റി പറയിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ ഇനി വേണ്ട എന്തെങ്കിലും പറയട്ടെന്ന് വെച്ചപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ മോനെ ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക്, എന്ത് ഓടിച്ചാൽ പോരെ. നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. ചിലപ്പോൾ കുറച്ച് വ്ളോഗുകൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ചേച്ചി എന്താ ഓടിക്കാത്തത്, ഉറപ്പായിട്ടും ചോദിക്കും. എനിക്ക് പേടിയാണ് സത്യം പറയാൻ. ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ അതിലും കയറി ഒന്നിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ബോണറ്റ് കാരണം. ഞാൻ ആ വണ്ടി കയറി ഇരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല റോഡൊന്നും. അപ്പം തന്നെ ഞാൻ ഭയന്നു. ഇല്ല പക്ഷെ ഞാൻ പഠിക്കും ഇല്ലേ? ഇത്രയൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് കൺഫ്യൂസ് വണ്ടി എടുപ്പിച്ചിട്ട് പഠിക്കും. ഞാൻ പഠിക്കും. ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, മേടിച്ചോ ഇല്ലേ? തിരിച്ചു കൊണ്ട് റീസെന്റ് ചെയ്തിട്ട് എന്റെ കൊടുത്തു വിട്ടെ കാറില്ല ഞാൻ എങ്കിലും തിരിച്ചു പഠിക്കില്ല. എന്തിനാടാ ഒരു സുഖം. ഇവിടെ പെരും മഴ. നല്ല മഴ. നമ്മളെപ്പോഴും കൈകർ എടുക്കാൻ പോയപ്പോഴും നല്ല മഴയായിരുന്നു. കുഞ്ഞിനെ എടുക്കാൻ പോയിട്ട് കുഞ്ഞിനെ എടുത്തില്ല, പകരം നനഞ്ഞു വിളിച്ചു വന്നിട്ടുണ്ട്. കേറണേ. മഴ അപ്പോ ഗൈസ് നമ്മളിത് തുറക്കാല്ലേ? അതെ. റിവീൽ ചെയ്യാൻ പോവാം. റെഡി 3, 2, 1. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എടപ്പള്ളി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും നമ്മൾ എടപ്പള്ളി പള്ളിയിൽ കൊണ്ടുവന്നാണ് വെച്ചിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും വണ്ടി കൊണ്ടുവരുമ്പോൾ ഉള്ള പോലെ തന്നെ നമുക്ക് ഡിക്കി മോളിട്ട് തുറക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ സ്ഥിരം പരിപാടി തുറക്കാൻ അറിയാൻ പാടില്ല. കിട്ടി 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 അയ്യേ തുറന്നു എടുത്ത് കാറ് വാങ്ങി കൊണ്ട് എന്നെ കൊണ്ട് വേണ്ട ചെലവ് ചെയ്യുന്ന നോക്കി. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഞാൻ പണ്ട് +1-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു സാധനം വാങ്ങി, കാണിച്ചു തരാം. എവിടെ? ടാഡാ! ഇത് ഞാൻ അന്ന് വാങ്ങിയ കീ ചെയിനാണ്. ഭാവിയിൽ ഞാൻ കാർ എടുക്കുമ്പോൾ എവിടെ പിടിച്ചെടുക്കട്ടെ അതിലിടാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ വാങ്ങിയ കീ ചെയിനാണ്. നമ്മൾ ആദ്യത്തെ കാർ വാങ്ങിച്ചപ്പോഴത്തേക്കും അതിനകത്ത് തൂക്കിയായിരുന്നു. ഇപ്പം വീണ്ടും നമ്മുടെ പുതിയ കാറിൽ തൂക്കാൻ പോവാണ് അല്ലേ? കിപ്പി നിമോ ഇവിടെ കൺഫ്യൂഷനിലാണ്. ഇവിടെ ഒരു പുതിയ കാർ വന്നേക്കുന്നത്. ഇത് ആരാണ്? അവന്മാർ കണ്ടിട്ടില്ലേ നമ്മുടെ പുതിയ കാറാണെന്ന്? ചേട്ടയാണെന്ന് അറിഞ്ഞിട്ടില്ല. കാണിച്ചു തരാം കേട്ടോ സ്കിപ്പി. ചേട്ടൻ തൂക്കട്ടെ. തൂക്കി അവനക്കുട്ടെ. സ്കിപ്പിക്ക് ഈ കാറ് കണ്ടിട്ട് ആരാ വന്നേക്കണേ, എന്താണ് ഏതാന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ പറയാൻ പോണെയാണ് സ്കിപ്പിനോട് നിമോനോട്. സ്കിപ്പോ
സ്കിപ്പി, ദേ, ഇതാണ് നമ്മുടെ പുതിയ കാറ്. നിമു നിമു നമ്മുടെ പുതിയ കാറാണ് നിമു. സ്കിപ്പി, ഞാനിതേ ഉള്ളിക്കോളാം. ചോദിക്കട്ടെ ഡോണേ, എന്തായിരിക്കും സർപ്രൈസ്? ഗസ് ചെയ്യാമോ? കേക്ക് ആദ്യമുള്ളതാണ്. ഓബിയസ്ലി ബർത്ത്ഡേ ആവുമ്പോഴത്തേക്ക് കേക്ക് മുറിക്കത്തില്ലേ? ഫോണായിരിക്കും. ഫോൺ? ആർക്ക് ഫോൺ? എന്തായിരിക്കും ഗസ്? സെലിബ്രിറ്റീസ് ആരെങ്കിലും. സെലിബ്രിറ്റീസ് കൂട്ടത്തിൽ മികച്ചൊരു ഗസ് വേണ്ടിയായിരുന്നു. ആന്റി, സർപ്രൈസ് എന്തായിരിക്കും? വല്ല ഗസ് ഉണ്ടാ? എനിക്കറിഞ്ഞൂടാ. വളരെ സിമ്പിളായ മറുപടി. നിമോ, സർപ്രൈസ്? ഓ പോടാ പാട്ടി. കുഞ്ഞെ, സർപ്രൈസ് എന്തായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടാ? അത് ഞങ്ങൾക്കുള്ള സർപ്രൈസ് ആണോ അതോ ചേട്ടനെ കൊടുക്കുന്ന സർപ്രൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല, ഒരു സർപ്രൈസ് ഗസ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലവും വീടും കൂടി എല്ലാം നമ്മ വേറെ എങ്ങോട്ട് വീടും സ്ഥലമൊക്കെ മേടിച്ചിരുന്നു കുഞ്ഞെ. ഞങ്ങൾ ഗസ് ഒക്കെ കിട്ടിയിരിക്കുന്നു. നമുക്ക് സർപ്രൈസ് കണ്ടാലാ? വാ വാ ആന്റി, വാ. ഡോണ വാ. പപ്പ വാ. സ്കിപ്പി, നീമോ. അതെ 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 ഇരിക്കുന്നു പുതിയ ടി വി. ഞങ്ങൾ വിചാരിക്കുന്ന നിന്നോട് അതല്ലേ ഞാൻ ചോദിച്ചത്, നീ എന്താ വിചാരിച്ചത്? അല്ല, PS5. അതൊരു മികച്ച ഗസ്സായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ പറയണ പൊന്നിയൻ സെൽവന്റെ 5ാമത്തെ പാർട്ട് ഇറങ്ങുമെന്ന്. തുറന്നേ. ഓക്കെ, സ്കിപ്പിന് മോനെ അത് തീർത്തിട്ട് എല്ലാരും പുറത്തിറങ്ങും. ഓക്കെ, അപ്പൊ പറഞ്ഞ കൂട്ടത്തിലൊരു ഗസ് വെച്ചിട്ട് നമ്മുടെ ഡെനു പറഞ്ഞൊരു സെലിബ്രിറ്റി വരുമെന്ന്. ഇന്ന് നമ്മുടെ 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിലും പപ്പയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു സെലിബ്രിറ്റി വരുമെന്ന്. അപ്പൊ നമുക്ക് സെലിബ്രിറ്റി വരുമോ നോക്കാം. ഒരു സർപ്രൈസ് മൂവി ബേസ്ഡ് ആണോ അതോ യൂട്യൂബ് ആണോ? അടാതെടാ വന്നി വിളിച്ചല്ലേ ഇതിനുള്ളിൽ പുതിയ കാറ്. അടാ പുതിയ കാറ്. പവർ ഇതാണ് ഞങ്ങളുടെ പുതിയ കാറ്. ഇതാണ് നിങ്ങൾ നോക്കിയിരുന്ന യൂട്യൂബ് സെലിബ്രിറ്റി. ഹലോ, ഇതാ സെലിബ്രിറ്റി. ഞാൻ പിക്ക് ചെയ്യാൻ പോയതാ. എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നേ. പിന്നെ സെലിബ്രേറ്റ് ചെയ്ത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പുതിയൊരു അംഗം വന്നിരിക്കുന്നു. പൊള്ളി. ഡോണേ ഫ്രണ്ട് വാടാ. ഇവിടെ അവനെന്തി? ബാക്കില്. എന്താണ് പൊന്നിയൻ സെൽവൻ? ഞങ്ങൾ ഇന്നലെ അങ്കമാലിന്റെ പേരതാമസത്തിന് പോയില്ലേ, ഇയാളെടുക്കാൻ പോയതാണ്. ഞാൻ ബ്ലാക്ക് ഒക്കെ ഇട്ട് പോയില്ലേ ഇതെടുക്കാൻ പോയതാ. ഇദ്ദേഹം ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇട്ട് പോയതാ. ഞാനും ബ്ലാക്ക് ആയിരുന്നു. ഏയ് 6 പേര് താമസം. പിന്നെ ഇന്ന് നമ്മ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറിട്ട് വൈകിയില്ലേ, ഇവരിവിടെ റിബൺ കെട്ടേർന്ന് വൈകിച്ചതാ. എല്ലാരും കയറും, നമുക്കൊന്ന് പോയിട്ട് വരാം. എല്ലാരും കാറാൻ കയറും. എങ്ങനുണ്ട്? ഇന്ന സാധനം ആന്റി ആന്റി വൈബ്. കുഴിയൊന്നൊരു പ്രശ്നമേ അല്ല നമുക്കിപ്പോ. ആന്റി വൈബ് അടിക്കണ നോക്കണം. എങ്ങനെയുണ്ട്? 82ാമത്തെ വയസ്സിൽ ആന്റി. പറയടാ, എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം പെട്ടെന്ന് കൊണ്ടുവരുന്നു.
വണ്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. നീ ഓടിച്ചു നോക്കണ്ട? ഞാനില്ല, എനിക്ക് അത്ര SUV ഓടിച്ച് അത്ര ഇങ്ങനെയൊക്കെയല്ലടാ ശീലിക്കണേ. ചേച്ചി ഓടിച്ച് തട്ടി ആ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. പണ്ട് തൊട്ടേ അമ്മ നിന്നെ നല്ലോണം അതാണ് നിന്റെ അമ്മയുടെ മോട്ടിവേഷൻ ആണ്. ഇവൻ മുടി പറ്റ വെട്ടി പൊട്ടന്റെ പോലെ വന്നാലും അമ്മ പറയും മോനെ നല്ല ഭംഗി. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടും കൂടി കാട്ട റമ്മടിക്കുക. എന്തുവാടാ കയ്യില്? അയൽവക്കത്തുനിന്ന് കുപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്തുവാ പ്ലാനിങ്? എന്തുവാ ബ്രാൻഡ് ഏതാണ്? നാടനോ? എന്തുവാ കുട്ടേത്? ഇതൊരു ചില്ലുകുപ്പി ആവുന്നു. എവിടെ? കണ്ടില്ലേ? മാജിക്കിന്റെ ഇല്ല. ഈ കയ്യിലില്ല, ഈ കയ്യിലില്ല. കണ്ട? ആ കൊള്ളാം 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 കൊള്ളാം. അടിപൊളി ഫ്രഷ് തേൻ. ചെല്ലടാ, 2 രൂപ അടിക്കടാ. എടാ നല്ല നാടൻ സാധനമാണ്. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു തുള്ളി. എടാ ഒരു തുള്ളി ടേസ്റ്റ് ചെയ്യടാ. ഒരു തുള്ളി. ഒരു തുള്ളി. ദൈവമേ, ഇവൻ എഞ്ചിനീയർ ആവാൻ പോണത്. പക്ഷെ ഇവന് ബുദ്ധി ഇല്ലല്ലോ ഈശ്വര. കണ്ടിട്ട് പോലും മനസ്സിലാവുള്ള കുഞ്ഞെ. ഒരു തുള്ളി. ഒരു സ്വയംഭ സാധനം തരവാ ആന്റി. ഒരു സ്വയംഭ സാധനം തരട്ടെ. എടാ ആന്റി കൊടുക്കണം ഇത്. ഞങ്ങളുടെ അയൽക്കാർ ഒരു കുപ്പി കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നാടൻ സാധനം. കുഞ്ഞ ഒരു തുള്ളി. ഒരു തുള്ളി. ഡോണ നീ ഒരു തുള്ളി. ഡെനു നീ ഒരു തുള്ളി. നീ അടിക്കണോ? ഡെനു അടിക്കണ്ട കുഞ്ഞെ. കുഞ്ഞ ഭീഷണിപ്പെടുത്തുന്നു. അവൻ കുടിക്കട്ടെ കുഞ്ഞ. കുഞ്ഞക്ക് എന്താണ്? കുഞ്ഞക്ക് വേണ്ടെങ്കിൽ കുടിക്കണ്ട, അവൻ കുടിക്കട്ടെ. അതെന്താ വേണ്ടാത്തത്? അപ്പുറത്തെ വീട്ടിലെ ബിയറാ? കാട്ടുതേനാണത്. ആര് പറഞ്ഞ ബിയറാണത്? അത് ഞങ്ങളോട് കുടിക്കില്ല വലിക്കില്ല ഒരു രക്ഷയില്ലാത്ത ചെറുക്കൻ. അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത നല്ല നാടകനാണ്. ഡോണാണ്. ഞാൻ പറയട്ടെ, കുഞ്ഞ കണ്ടില്ല എന്തുട്ടാണെന്ന്. ഡോൺ പോയിട്ട് പറഞ്ഞതേ ഒരു കുപ്പി ബിയർ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പറയണ്ടെന്ന്. അവൻ എഞ്ചിനീയർ ആണ്. തേനും ബിയറും കണ്ട് അറിയാൻ പാടില്ല അവന്. കെമിക്കൽ എഞ്ചിനീയർ. എടാ നീ ആളെ കൊല്ലുവോ? എടാ ഈ വ്ളോഗ് ഇറങ്ങുന്നതോടെ ഇവന്റെ പ്രൊജക്ട് ഒക്കെ ക്യാൻസൽ ആവും. എടാ അവന് ഇത്തിരി കൊടുക്കടാ. അത്യാവശ്യമാണ് വിരിച്ചോട്ടാ. ഞാൻ മെഴുകണമെന്ന് കിടന്ന് കൊടുക്ക്. എന്നാലും ഞങ്ങളിൽ നിന്ന് നീ അങ്ങനെ പ്രതീക്ഷിക്കരുതായിരുന്നടാ. ഞങ്ങൾ ഇവിടെ ബിയറൊക്കെ തരുവോ? ആ ഇനി അങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ വാ. വാ പതുക്കെ പതുക്കെ വാ. പറഞ്ഞുതരാം. വാ മുമ്പോട്ട് 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 വാ. ഞങ്ങളുടെ വീടും കഴിഞ്ഞ് പോട്ടെ. വീടും കഴിഞ്ഞ് പോട്ടെ. ഫ്രണ്ടിൽ പോട്ടെ. ഫ്രണ്ടിൽ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. അല്ല പോട്ടെ പോട്ടെ. ഫുള്ള് പോട്ടെ. ഫുള്ള് പോട്ടെ. പോട്ടെ പോട്ടെ. അങ്ങോട്ട് 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 പോട്ടെ പോട്ടെ. അങ്ങോട്ട് നോക്ക്. പതിയെ പതിയെ വാ. വല്ലതും കണ്ടാ പറയണം. വല്ലതും കണ്ടാ പറയണം. വാ വാ വാ. ഇങ്ങോട്ട് പോ. പോട്ടെ 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 പോട്ടെ. വരിക. അങ്ങോട്ട് വാ വാ. ഇങ്ങ് വാ. ഹെൽമെറ്റ് വെച്ച് ഡ്രൈവ് ചെയ്യുന്നു. ഹായ്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അത്? അങ്ങോട്ടും നോക്കൂ.
ഇതാണ് ഞങ്ങളുടെ പുതിയ കാർ. വലിയ ചെത് 4 കൊല്ലമായി. ഇനി വെച്ചോണ്ടിരുന്നാൽ റീസെയിൽ വാല്യൂ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് കൊടുത്ത്. യെസ്.